തിരുവനന്തപുരത്തെ കട്ടേല അംബേദ്കർ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഒരു സംഭവം വളരെ വിവാദമായിട്ടുണ്ട്. നമ്മുടെ MLA കൂടി ആയിട്ടുള്ള വി മുരളീധരൻ അവിടെ ചെല്ലുന്നു, പ്രവേശനോത്സവത്തിന് ചെല്ലുകയാണ്. ചെന്നതിന് ശേഷം കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുമ്പോൾ അത് കയ്യിൽ കൊടുക്കുകയല്ല, പാക്കറ്റ് പൊട്ടിച്ചിങ്ങനെ ഇട്ടിട്ടിട്ട് പോവുകയാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇതെന്താ അയിത്തമുണ്ടോ എന്നുള്ളതാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ബാധിക്കില്ലേ? ഒന്ന്, BJPയുടെ ഇപ്പോഴുള്ള ഒരു ഇമേജിനെ അത് ബാധിക്കാനുള്ള സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ശരിയല്ല. പ്രത്യേകിച്ചും അംബേദ്കർ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അങ്ങനെ ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു നടപടി ആയിപ്പോയില്ല. വളരെയധികം വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണിതെന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു. കേന്ദ്രമന്ത്രിയായിരുന്നു, വിദേശകാര്യമന്ത്രിയായിരുന്നു, പാർട്ടിയുടെ തന്നെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടും കേന്ദ്ര നിർവാഹക സമിതി അംഗമായിട്ടും ഒക്കെ ഇരുന്ന ഒരാൾക്ക് ഇത് കുറിച്ചുള്ള വിവരമില്ലാതിരിക്കാൻ സാധ്യതയില്ല. പുതിയ നവാഗതനൊന്നുമല്ല, രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു നവാഗതനൊന്നും അല്ലല്ലോ വി മുരളീധരൻ എന്ന് പറയുന്നത്. കാര്യങ്ങൾ ശരിയായിട്ട് പഠിച്ച് അസംബ്ലിയിൽ പറയാൻ പ്രാപ്തിയുള്ള ഒരാളുമാണ് അദ്ദേഹം, വിശകലനം ചെയ്ത് പറയാൻ. അങ്ങനെ ഒരു ആളിൽ നിന്നും സംഭവിച്ച ഈ കൈപ്പിഴ ഒരു തരത്തിലും മാപ്പ് അർഹിക്കുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തോടൊരു പക്ഷേ സ്കൂളിലെ ആരെങ്കിലും സാർ ഇത് ഇങ്ങോട്ട് ഇട്ടാൽ മതിയെന്ന് നിർദ്ദേശിച്ചു കാണും. അത് അനുസരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ല. എന്തെന്നാൽ ഈ സ്കൂളെന്ന് പറയുന്നത് ഒരു സാധാരണ സ്കൂളല്ല. പിന്നാക്ക വർഗക്കാരുടെ, പിന്നാക്ക വിഭാഗങ്ങളുടെ, പട്ടികജാതിക്കാരുടെ ഒക്കെ പഠനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച വരേണ്യവർഗങ്ങൾ പഠിക്കാത്ത ഒരു സ്കൂളാണ്. അത് കട്ടേല എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്ത് തന്നെ ഉൾപ്രദേശമാണ്. തിരുവനന്തപുരത്ത് തന്നെ അറിയപ്പെടാത്ത, തിരുവനന്തപുരത്തുകാർക്ക് തന്നെ എത്ര പേർക്ക് കട്ടേല എന്നൊരു സ്ഥലമുണ്ട് എന്നുള്ളത് അറിയാമോ എന്നെനിക്കറിയില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ സവർണവർഗം, രാജഭരണം, രാജഭക്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഒരിക്കൽ ഞാൻ അവിടുത്തെ കവടിയാർ കൊട്ടാരത്തിൽ പോയപ്പോൾ, പഴയ രാജപാരമ്പര്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു റെലിക് അല്ലെങ്കിൽ പ്രതീകമായിട്ട് മാത്രം നിൽക്കുന്ന കൊട്ടാരത്തിൽ പോയപ്പോൾ അവിടെ ഒരു സംഘം കുട്ടികൾ വരുന്നത് കണ്ടു, ഷൂട്ടിനിടയിൽ തന്നെ. ആ കുട്ടികൾ വിദൂരമായിട്ടുള്ള ഈ കട്ടേല പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട, അതായത് നമ്മുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിരുന്നു. ആ കുട്ടികൾ എല്ലാ വർഷവും അവിടെ വരും. അവിടെ ഒരു പ്രവേശന ഉത്സവം നടത്തും. രാജകൊട്ടാരം ഇപ്പോൾ പ്രിവി പോഴ്സ് പോലും ഇല്ലാതെ വളരെ സാമ്പത്തികമായിട്ടുള്ള പരിക്കും ഞെരുക്കവും ഒക്കെയായിട്ട് ജീവിക്കുന്ന ആ കുടുംബം, അവരെ എല്ലാ വർഷവും സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും ചെയ്യാറുണ്ട്. അവരുടെ അരിഷ്ടതകൾക്കിടയിൽ നിന്നും നല്ല മാതൃക കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരേണ്യവർഗത്തിന് അപ്രാപ്യരാണ് ആ കുട്ടികളെന്നുള്ളതല്ല അവർ കാണിക്കുന്നത്. അവരോട് ഇടപെട്ടുകൊണ്ട്, അവരുടെ നടുക്ക് നിന്നുകൊണ്ട് നമ്മളെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടവരാണ്, മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണെന്നുള്ളതിൻ്റെ മഹനീയ മാതൃകയാണ് അവിടെ കാണിക്കുന്നത്. ഒരു പക്ഷേ ഈ രാജകൊട്ടാരം നേരത്തെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യമായിട്ട് നടപ്പാക്കിയത് ഈ ഒരു കൊട്ടാരമാണ്. ക്ഷേത്രപ്രവേശനം ആദ്യമായിട്ട് വിളംബരം ചെയ്യപ്പെട്ടത്, അല്ലാതെ തന്നെ പ്രവേശനം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ചരിത്രമെല്ലാം നമ്മൾ പോകുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അതിലൊക്കെ വളരെ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാട്, അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാടുകളെടുത്ത കൊട്ടാരം പോലും ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ കൊട്ടാരത്തിലെ ആൾക്കാരും മുഖ്യവരും ഇപ്പോൾ BJPയുടെ ഒപ്പമാണെന്നുള്ളത് ഓർക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ സ്മരണീയമായ ഒരു കാര്യം, വി മുരളീധരൻ എന്ന് പറയുന്ന ആളും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ ഇങ്ങനെ കാണിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. തന്നെയുമല്ല, LDF ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി ആ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് തിരുത്തിക്കാമായിരുന്നു. ഇത് ഡെസ്കിലേക്ക്, തറയിലല്ല ഇത് വിതരണം ചെയ്ത് ഡെസ്കിലേക്ക്. അവരുടെ പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് അവർക്ക് കയ്യിൽ കൊടുക്കുക. അവർക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല, MLA ആണ്, ഒരു വലിയ ആളാണ് വന്നിരിക്കുന്നത്, ഞങ്ങളുടെ പ്രവേശനോത്സവമാണ്, ഞങ്ങൾക്ക് മിഠായി വിതരണം ചെയ്യുകയാണെന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഈ പിഞ്ചു മക്കളിലുണ്ടാവും. അപ്പൊ അവർക്ക് ഓരോന്നെടുത്ത് എത്ര കുട്ടികൾ ഉണ്ടാകും സർ? അവർക്ക് കയ്യിലെടുത്ത് കൊടുത്താലും അദ്ദേഹത്തിന് കൂടിപ്പോയി ഇനി എല്ലാ വിദ്യാർത്ഥികളും കൂടെ ഒരു മണിക്കൂർ ഒരു ഈ കുഞ്ഞു കുട്ടികൾക്കിടയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ
സിനർജിയാണ്, അത് നമ്മുടെ ആ ഒരു എനർജി ഉണ്ട്. ഉണ്ടാകുന്ന ഒരു അപ്പോ സിനർജിയാണ്. ഇപ്പോ 3 MLA-മാരെ കേരളം BJP കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടേക്കാണ് ഈ ചോദ്യം വരുന്നത്. BJP കാണിക്കുന്നത്, ഈ BJP-യുടെ മനസ്സിലുള്ള അജണ്ട എന്ന് പറയുന്നത് സ്വാഭാവികമായും എല്ലാവരും ചൂണ്ടിക്കാണിക്കും. ഇത് ഈ അയിത്തമാണോ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ BJP നേതൃത്വവും ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹത്തോട് സ്കൂൾ അധികൃതർ പറഞ്ഞുവെങ്കിൽ അദ്ദേഹം ഒരു MLA ആണ്, അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയും ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹത്തിന് തിരുത്താം. അങ്ങനെയല്ല വേണ്ടത്, ഞാൻ ഇവർക്ക് ഇങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്, അതാണ് മാതൃക എന്ന് അദ്ദേഹത്തിന് തിരുത്താമായിരുന്നല്ലോ സർ. തീർച്ചയായിട്ടും വേണ്ടതാണ്. ഒരു അബദ്ധം തന്നെയാണ് പറ്റിയത്. എന്താണെന്ന് വിശദീകരിക്കേണ്ടത് മുരളീധരനാണ്. മുരളീധരൻ ഇതുവരെ ഇതേപ്പറ്റി എന്തെങ്കിലും വിശദീകരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അത് അദ്ദേഹം വെടിഞ്ഞിട്ട് പറ്റിയതിന് മാപ്പ് ചോദിക്കുകയും പറ്റിയ സാഹചര്യം വിശദീകരിക്കുകയും വേണം. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, ഈ രാജ്യം ഭരിക്കുന്ന ഒരു സവർണനല്ല. ഈ രാജ്യം ഭരിക്കുന്നത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അവരുടെ പാർട്ടി പിന്നാക്ക വിഭാഗത്തിൽ തന്നെ പെട്ട കൈത മാജി എന്ന് പറയുന്ന വീട്ടുവേലക്കാരി, വീട് തുടയ്ക്കുകയും പാത്രങ്ങൾ കഴിയുകയും ചെയ്യുന്ന, കേവലം 2500 രൂപ മാസം പ്രതിഫലം പറ്റിയിരുന്ന, അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചിരുന്ന, അസുഖം ബാധിച്ച ഭർത്താവിനെ നോക്കിയിരുന്ന കൈത മാജി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, അവർ ബൂത്ത് ലെവൽ വർക്കറായിരുന്നു BJP-യുടെ. പിന്നത്തെ തവണ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു, തോറ്റുപോയി. എന്നിട്ട് വീണ്ടും ഒരു അവസരം ഈ പ്രാവശ്യം കൊടുത്തിട്ട് വിജയിപ്പിച്ച് അവരെ മന്ത്രിയാക്കി. ബംഗാൾ മന്ത്രിസഭയിലെ 40 മന്ത്രിമാരിൽ ഒരാളായിട്ട് അവിടുത്തെ ഗവർണറായിട്ടുള്ള RN രവി സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്തുകൊണ്ട് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു വീട്ടുകാലക്കാരി ഇങ്ങനെ ബംഗാളി CPM ഭരിച്ചപ്പോഴും അതുപോലെ തൃണമൂൽ ഭരിച്ചപ്പോഴും നടക്കാത്ത ഒരു മഹാസംഭവം നടത്തിയ BJP എന്ന് പറയുന്നത് പിന്നാക്കക്കാരെ ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ഏറ്റവും കൂടുതൽ ദലിത് MLA-മാർ MP-മാരുള്ള പാർട്ടി, പാർലമെൻറ്റിൽ അതിൻ്റെ സാന്നിധ്യം തെളിയിച്ചൊരു പാർട്ടി, ആ പാർട്ടിയുടെ കേന്ദ്രമന്ത്രിയായിരുന്ന, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കഷ്ടിച്ച് ജയിപ്പിച്ചു വിട്ട ഒരാൾ ഇതൊരു അഹന്തയാണെങ്കിൽ ആ അഹന്ത കാണിക്കാൻ പാടില്ലായിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ വിനയം തന്നെയാണ് കാണിക്കേണ്ടതെന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടി തീർച്ചയായിട്ടും ഒരു വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു പാർട്ടിയാണ് BJP. അതിനകത്തു നിന്നും തന്നെ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു സംശയമില്ല. തന്നെയല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് മുരളീധരൻ വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അഹങ്കാരമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അങ്ങനെയുള്ള ആളല്ല. ഈ കഴക്കൂട്ടത്ത് ക്ഷമിക്കണം, അദ്ദേഹം ജയിച്ചത് തന്നെ വളരെ വിനയപൂർവ്വം ആളുകൾക്കിടയിൽ പ്രവർത്തിച്ച് മാസങ്ങളോളം ചെയ്യുന്ന നല്ല ഹോംവർക്ക് ചെയ്താണ് കഴക്കൂട്ടം മണ്ഡലം പിടിച്ചെടുത്ത് നമ്മുടെ ദേവസ്വം മന്ത്രിയും അതിശക്തനുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ മലർത്തിയെടുത്തത്. അസാധ്യമായൊരു കാര്യമാണ്. വലിയൊരു വിജയമാണ് നേടിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജനപ്രതിനിധികളെന്ന് പറയുമ്പോൾ ജയിച്ചു കഴിയുമ്പോൾ അഹങ്കാരവും അഹന്തയുമല്ല അവരെ പിന്തുടരേണ്ടത്, മറിച്ച് അവർക്കുണ്ടാകേണ്ടത് വിനയവും അതുപോലെ തന്നെ പ്രതിപക്ഷ ബഹുമാനവുമാണ്. ഇവിടെ ഈ മന്ത്രിക്ക് തടയാമായിരുന്നത്, ഇങ്ങനെ ഇടാൻ പാടില്ല എങ്കിൽ ആ ഒരു അനിഷ്ട സംഭവം അവിടെ ഒഴിവായനി. മന്ത്രി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഊഹിക്കുന്നതും സത്യമാകണമെന്നില്ല. അവിടെ കുട്ടികളെല്ലാം കൂടി ഈ മിഠായി വിതരണം ചെയ്യുമ്പോൾ മന്ത്രിയല്ല, ഇദ്ദേഹം MLA, ഇപ്പം മന്ത്രിയല്ലല്ലോ, MLA ചുറ്റും കൂടുകയും, അപ്പോൾ അവർ മിഠായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പുകളെ പോലാണ് കൂട്ടം കൂടുകയും, ആ മന്ത്രി മുണ്ടൊക്കെ ധരിച്ചു പോകുന്ന ആളാണല്ലോ. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ മുണ്ടിലുമൊക്കെ കയറി പിടിക്കുകയും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സീനുണ്ടാവും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആക്കിയത്. പക്ഷേ അധ്യാപകർ ചുറ്റും നിന്ന് നിയന്ത്രിച്ചാൽ മതിയായിരുന്നു. ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മിഠായി കൊടുക്കുമ്പോൾ അതൊരു വലിയ വിലയുള്ള വസ്തുവൊന്നുമല്ല. പക്ഷേ ആ മിഠായി എന്ന മധുരം എന്ന് പറയുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. ആ സന്തോഷം ഒരാൾ പ്രവേശനത്തിൽ കൊടുത്തു കഴിയുമ്പോൾ സ്കൂൾ ജീവിതത്തോട് വലിയൊരു ആഭിമുഖ്യം കുട്ടികൾക്കുണ്ടാക്കുകയാണ്, കരച്ചിലില്ലാതാക്കുകയാണ്. അതിൻ്റെ സന്തോഷം അത് വീണ്ടും അവിടെ വരാൻ, മിഠായി എന്ന് പറഞ്ഞ ചെറിയ തോതിൽ അഡിക്ഷനുള്ള സാധനവുമാണ്, വീണ്ടും വീണ്ടും അവരിൽ വരാനുള്ള ഒരു മനഃശാസ്ത്രം അവരിൽ ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡെസ്കിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു മാൻ ടു മാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല, അതിൻ്റെ ഒരു സിനർജി ഉണ്ടാവുന്നില്ല, അതിൻ്റെ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ പാളയിൽ കഞ്ഞി കുടിപ്പിച്ചിരുന്ന പഴയ കാലത്തെ ഫ്യൂഡൽ സമ്പ്രദായത്തിലേക്ക് BJP പോകുന്നതിൻ്റെ തിളങ്ങുന്ന ഉദാഹരണമാണിതെന്ന് BJPയുടെ ശത്രുക്കൾ പ്രചരിപ്പിക്കാനുള്ള ഒരു വടിയാണ് മന്ത്രി കട്ടേലയിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അല്ലെങ്കിൽ മന്ത്രിയിൽ നിന്ന് തക്കതായിട്ടുള്ള വിശദീകരണം വരണം.